have a small word for you today. ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ സന്ദേശം എൻ്റെ പക്കലുണ്ട്. Let's turn to the book of Ruth chapter 1. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ And തിരിക്കാം. let's look into verse 20 right now. നമുക്ക് 20-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. But Naomi said to them like this, അവർ അവരോട് പറഞ്ഞത്, do not call me Naomi, call me Mara, for the Almighty has dealt very bitterly with me. നവമി എന്നല്ല മാറ എന്ന് വിളിക്കുവിൻ. What is she trying to say here? ഇവിടെ നവമി എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്? She's saying, don't call me Naomi anymore. ഇനി നിങ്ങൾ എന്നെ നവമി എന്ന് വിളിക്കരുത്. What does Naomi mean? നവമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Naomi means wonderful or beautiful. നവമി എന്ന വാക്കിന്റെ അർത്ഥം സൗന്ദര്യമുള്ളത് അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ളത് എന്നാണ്. But now she's saying, don't call me Naomi. ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത്, അങ്ങനെ വിളിക്കരുതെന്ന് നവമി പറയുന്നു. I am wonderful or beautiful only by my name. ഞാൻ എൻ്റെ പേരിൽ മാത്രമാണ് സൗന്ദര്യവതിയായിരിക്കുന്നത്. But there is no beauty in my life. എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് സൗന്ദര്യമില്ല. There is nothing wonderful or marvelous in my life. എൻ്റെ ജീവിതത്തിൽ പറയത്തക്കതായ വിശേഷതകളൊന്നും ഇപ്പോൾ ഇല്ല. And she's saying, call me Mara. നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കുവിൻ. We all know what Mara means. മാറ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ഏവർക്കും അറിയാം. We have read when the children of Israel were going through the wilderness, God turned the water in Mara into sweet. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂ യാത്രയിൽ അവർ മാറായിൽ എത്തിയപ്പോൾ കയ്പുള്ള വെള്ളം ലഭിച്ച കാര്യം നമുക്കറിയാം. And so Mara means bitter. മാറ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. So what is Naomi trying to say here? ഇവിടെ നവമി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? Naomi is saying here, don't call me beautiful or gentle, but call me bitter. നവമിയുടെ പറയുന്നു, മനോഹരി അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിൽ എന്നെ വിളിക്കരുത് എന്ന്. But call me bitter. നിങ്ങൾ എന്നെ കയ്പുള്ളവൾ എന്ന് വിളിക്കുക. Why is Naomi saying this? എന്തുകൊണ്ടാണ് നവമി ഇങ്ങനെ പറയുന്നത്? She herself is giving answer in the same verse. ഈ വാക്യത്തിൽ തന്നെ നവമി അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. She is saying, because the Almighty has dealt very bitterly with me. ഇവിടെ നവമി ഇങ്ങനെ പറയുന്നു, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായി ഉള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. So now Naomi is saying there's nothing beautiful in my life, but everything is bitter. നവമിയോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സുന്ദരമായിട്ടുള്ളതൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ കയ്പായി ഉള്ളത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. What is Naomi trying to say here? ഇവിടെ എന്താണ് നവമി ഉദ്ദേശിക്കുന്നത്? If you will talk to Naomi, this is what she will say when she's saying this verse. ഈ വാക്യം പറയുമ്പോൾ നവമിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നവമി ഇങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്. Few years back I left Bethlehem with a full family. കുറച്ചു വർഷം മുൻപ് ഞങ്ങൾ കുടുംബമായി ബെത്ലഹേമിൽ നിന്ന് പുറപ്പെട്ടു. Along with my husband and my 2 sons, we left Bethlehem and we went to a place called Moab. എൻ്റെ ഭർത്താവിനോടും 2 ആൺമക്കളോടുമൊപ്പം ഞങ്ങൾ ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്ര തിരിച്ചു. We went because there was a famine in the city of Bethlehem. ഞങ്ങൾ അവിടേക്ക് പോകുവാനുള്ള കാരണം ബെത്ലഹേമിൽ ആ സമയത്ത് ക്ഷാമമായിരുന്നു. We went because we wanted to have bread, we wanted to live, and we wanted to have some kind of prosperity, and we knew Bethlehem will not be able to provide it right now. ഞങ്ങൾക്ക് ബെത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ഞങ്ങൾക്ക് അപ്പത്തിന് വേണ്ടി, ഞങ്ങൾക്ക് ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങൾ മോവാബിലേക്ക് പോകേണ്ടി വന്നു. But what happened in Moab with us? എന്നാൽ മോവാബിൽ ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നറിയാമോ? When we walked from Bethlehem to Moab, we walked as a beautiful, happy family. ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് തിരിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. Everything was fine and perfect. എല്ലാം പൂർണ്ണതയുള്ളതും ഏറ്റവും നന്മയുള്ളതുമായിരുന്നു. We were looking for a better future. ഞങ്ങൾ നല്ല ഒരു ഭാവിയാണ് പ്രതീക്ഷിച്ചത്. And so we thought of leaving Bethlehem and going to some place where we would have a better future. ഞങ്ങൾ കരുതിയത് ബെത്ലഹേമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നല്ല ഒരു ഭാവി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. And so we went to this place called Moab. ഞങ്ങൾ ചെന്ന് എത്തിയത് മോവാബ് എന്ന സ്ഥലത്തേക്കാണ്. And what happened in Moab? മോവാബിൽ എന്താണ് സംഭവിച്ചത്? Naomi is saying that nothing went well for me and my family in Moab. മോവാബിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല കാര്യങ്ങളല്ല സംഭവിച്ചത്. Over the years I lost my husband and my 2 sons. അവിടെ താമസിച്ച സമയത്ത് എൻ്റെ ഭർത്താവിനെയും എൻ്റെ 2 ആൺമക്കളെയും എനിക്ക് നഷ്ടമായി. We went through a lot of challenges and trials in our life. ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിൽ കൂടെ, പരീക്ഷകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. One by one all the males in my family died. ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നൊന്നായി ആണുങ്ങളെല്ലാം നഷ്ടമായി. And today here myself and 2 widows, that is what we are. ഇന്ന് ഇപ്പോൾ ഞാനും
വിധവകളായ 2 മരുമക്കളും മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. And she's saying, God has dealt very harshly with me. അത് ഇപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം കയ്പായുള്ളത് ചെയ്തിരിക്കുന്നു. Right now when she's saying this word, she has come back to Bethlehem. അവൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ അവൾ ബേത്ലഹേമിലേക്ക് വന്നിരിക്കുകയാണ്. She went from Bethlehem to Moab, lived there for a few years, had a bitter life, and now she's coming back to Bethlehem. അവൾ ബേത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൽ ചെന്നിട്ട് കുറച്ചു വർഷം താമസിക്കുകയും എന്നാൽ ഇപ്പോൾ അവൾ അവിടെ നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. And when now she's in Bethlehem, people have come to meet her and they want to know her stories of being in a foreign land. അവൾ ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെയും വന്നിട്ട് അവൾ മോവാബിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാനായിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. She is along with her daughter-in-law Ruth. അവൾ ഇപ്പോൾ ആയിരിക്കുന്നത് അവളുടെ മരുമകൾ രൂത്തിനോടൊപ്പമാണ്. And so probably people just came to her, maybe her siblings, maybe her neighbors, maybe her relatives. They just came to her and asked, "Hey Naomi, where were you these days? Where did you go? How are the things? Tell us the stories of you being in a foreign land." നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ മൊവാബിൽ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാനായിട്ട് ചർച്ചക്കാർ, പരിചയക്കാർ, സുഹൃത്തുക്കളൊക്കെയും അവിടെ വന്നിരിക്കാം. And now Naomi is saying, giving her testimony with a heavy heart. ഇപ്പോൾ നവമി അവളുടെ അതിനുള്ള ഉത്തരം നൽകുന്നത് വളരെയധികം ഹൃദയവേദനയോട് കൂടെയാണ്. Maybe she cannot lift her head with honor. അവൾക്ക് ഇപ്പോൾ ഒന്ന് അവരുടെ മുമ്പിൽ ഒന്ന് തല ഉയർത്തി നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. She's come back as a defeated person. ഇപ്പോൾ അവൾ മടങ്ങി വന്നിരിക്കുന്നത് ഒരു പരാജിതയായിട്ടാണ്. Without any joy and without any songs of victory. അവളുടെ നാവിൽ ഒരു വിജയത്തിന്റെ ഗാനമില്ല, അവൾക്ക് സന്തോഷിക്കുവാനായിട്ട് വകയൊന്നുമില്ല. And so when people are asking, maybe with tears in her eyes, with a heavy heart, she's saying, "Please don't call me Naomi." അതെ, അവൾ ഇപ്പോൾ പറയുന്നത്, അവൾ ഹൃദയവേദനയോടെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ ഇപ്പോൾ നവമി എന്ന് വിളിക്കരുത്. There's nothing beautiful or pleasant in my life. എന്റെ ജീവിതത്തിൽ സുന്ദരമായിട്ടുള്ളത് ഒന്നും ഇപ്പോൾ ഇല്ല. Call me Mara because I have bitterness in my heart and God has dealt very bitterly with me. നിങ്ങൾ ഇപ്പോൾ എന്നെ മാറ എന്ന് വിളിക്കുവിൻ, കാരണം എൻ്റെ ജീവിതം മുഴുവൻ കയ്പ് നിറഞ്ഞ അനുഭവമാണ്. സർവശക്തൻ എന്നോട് കയ്പുള്ള അനുഭവമാണ് ചെയ്തിരിക്കുന്നത്. Am I talking to somebody today? ഇന്ന് ഞാൻ നിങ്ങളിൽ ചിലരോട് സംസാരിക്കുകയാണ്. Is this your story today? ഒരുപക്ഷേ ഇത് നിങ്ങളുടെ അനുഭവമായിരിക്കാം. Today if I had the opportunity to ask you how your life has been, you might be telling me that, "Brother, my life has been full of bitterness and agony and pain." ഒരുപക്ഷേ നിങ്ങളിൽ ചിലരോട് ഞാൻ ഇന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിൽ പറയുന്നുണ്ടായിരിക്കാം, അതെ, എൻ്റെ ജീവിതം മുഴുവനും കയ്പ് നിറഞ്ഞതായ അനുഭവമാണ്, എൻ്റെ ഹൃദയം മുഴുവനും ദുഃഖം നിറഞ്ഞിരിക്കുകയാണെന്ന്. All my life I have worked, but I have seen nothing but failure in my life. എൻ്റെ ജീവിതത്തിൽ പരാജയമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞേക്കാം. I have worked hard. I have gone from place to place and I have done a lot of things to see a good future, but here I stand as a failure and as a bitter person. ഞാനൊരു നല്ല ഭാവി കാണുവാനായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കയ്പുള്ള അനുഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. You might be saying like Naomi and saying, "Call me bitter because God has dealt harshly with me." ഒരുപക്ഷെ നിങ്ങളും നവമിയെ പോലെ ഇങ്ങനെ പറഞ്ഞേക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കുവിൻ. I want to share two things very quickly from the life of Naomi. നവമിയുടെ ജീവിതത്തിൽ നിന്ന് 2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Naomi, number one, your statement is wrong that God has dealt bitterly with you. നവമി പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന വിഷയം, ദൈവം അവളുടെ ജീവിതത്തിൽ കൈപ്പേറിയത് ചെയ്തിരിക്കുന്നുവെന്നാണ്. It is not a right statement. അത് ഒരു ശരിയായ പ്രസ്താവനയല്ല. No, God did not deal bitterly with you. അതെ, ദൈവം നിന്റെ ജീവിതത്തിൽ കൈപ്പുള്ള കാര്യങ്ങളല്ല ചെയ്തിരിക്കുന്നത്. But you went into the place where you should not have gone. നീ പോകരുതാത്ത സ്ഥലത്തേക്കാണ് നവമി നീ പോയത്. You were in the place which is known as the house of bread.
അതെ, അപ്പത്തിന്റെ ഭവനം എന്ന് വിളിക്കപ്പെടുന്ന ബെത്ലഹേമിലാണ് നീ ആയിരുന്നത്. You were dwelling in the city of blessing. നീ അനുഗ്രഹം വസിക്കുന്നതായ പട്ടണത്തിലായിരുന്നു ഇത് You were താമസിച്ചത്. dwelling in the city of promises. അതെ, വാഗ്ദത്തങ്ങളുടെ നാട്ടിലാണ് നീ താമസിച്ചത്. Your city was known as the house of bread. അതെ, അപ്പത്തിന്റെ ഭവനമെന്നായിരുന്നു ആ സ്ഥലം അറിയപ്പെട്ടത്. But when there was little famine, എന്നാൽ അവിടെ ചെറിയൊരു ക്ഷാമം വന്നപ്പോൾ you were shaking in your faith. അതെ, നിന്റെ വിശ്വാസത്തിൽ നീ ചഞ്ചല ചിത്തയായി. You were worried about your future. നിന്റെ ഭാവിയെക്കുറിച്ച് നീ ആകുല ചിത്തയായി. You thought that this famine will overtake you. അതെ, ഈ ക്ഷാമം നിങ്ങളെ മുക്കിക്കളയുമെന്ന് നിങ്ങൾ കരുതി. You thought your family will be done with this famine. ഈ ക്ഷാമത്തോടെ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതി. Rather than trusting on God and work of God, you trusted on your understanding and your knowledge. ദൈവത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയിലും വിശ്വസിക്കുന്നതിന് പകരം, ആശ്രയിക്കുന്നതിന് പകരം നിന്റെ വിവേകത്തിൽ, നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നുവാനിടയായി. Naomi, in time of this trial, in time of this challenge, in time of this famine, you should have held on to God. അതെ, ഈ ക്ഷാമകാലത്ത്, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നീ ദൈവത്തിലായിരുന്നു You ആശ്രയിക്കേണ്ടിയിരുന്നത്. should have held on to God and said, I know this famine is there, but my God will help me to overcome നീ this. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ പറയണമായിരുന്നു, അതെ, ഈ ക്ഷാമകാലവും കടന്നു പോകും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, അവിടുന്ന് എന്നെ വിടുവിക്കുമെന്ന്. I have heard the stories of my forefathers, how God has delivered them from the hands of the Egyptians. മിസ്രയീമ്യരുടെ പിടിയിൽ നിന്നും എങ്ങനെയാണ് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറയണമായിരുന്നു. Naomi, you should have remembered how God provided manna in the wilderness to your ancestors. നീ ഒരു കാര്യം ഓർക്കണമായിരുന്നു, എങ്ങനെയാണ് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ ദൈവം മന്ന ഒരുക്കി കൊടുത്തതെന്ന്. How God led them through 40 years in the wilderness. എങ്ങനെയാണ് 40 വർഷം അവരെ ദൈവം നടത്തിയതെന്ന് നീ ഓർക്കണമായിരുന്നു. And above all, you should have remembered that you are not living in an ordinary place, but you are living in a place which is known as the house of bread. എല്ലാറ്റിലുപരിയായി നീ ഒരു സാധാരണ സ്ഥലത്തല്ല താമസിക്കുന്നത്, അപ്പത്തിന്റെ ഭവനം എന്നറിയപ്പെടുന്ന ബെത്ലഹേമിലാണ് നീ You താമസിക്കുന്നത്. should have known that God will never break his promise. അതെ, ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണമായിരുന്നു, ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ വിശ്വസ്തനാണ് എന്നുള്ള കാര്യം. Heaven and earth will pass away, but the promise of God will never pass away. ആകാശവും ഭൂമിയും മാറിപ്പോകുമെന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ ഒരിക്കലും If മാറിപ്പോകുകയില്ല. God has named this place as house of bread, no matter what happens, this place will be filled with bread. If not today, but tomorrow for sure. ദൈവം ഈ സ്ഥലത്തിന് അപ്പത്തിന്റെ ഭവനം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അതിന് നടുവിൽ വന്നാലും അതിനെ അപ്പം കൊണ്ട് നിറയ്ക്കുവാൻ, അവിടെ അപ്പം നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണമായിരുന്നു. I'm talking to somebody today. ഇന്ന് ഞാൻ നിങ്ങൾ ചിലരോട് സംസാരിക്കുകയാണ്. Today you might be going through some famine in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമത്തിലൂടെ നിങ്ങൾ You പോവുകയായിരിക്കും. might be having a financial famine. നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ Maybe പോവുകയായിരിക്കും. health famine. നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ നിങ്ങൾ ഒരു ക്ഷാമം Maybe അനുഭവിക്കുന്നുണ്ടാകും. problems in your family life. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു There പോകുകയായിരിക്കും. might be dryness and famine in your life today. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരണ്ട അവസ്ഥയിലൂടെ നിങ്ങൾ പോവുകയായിരിക്കും. But remember the God who said, surely goodness and mercy shall follow you all the days of your life. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ള Your കാര്യം. cancer will not dwell with you all the days of your life, my brother. എൻ്റെ സഹോദര, നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ക്യാൻസർ നിങ്ങളുടെ ജീവിതായുഷ്കാലം മുഴുവനും അത് നിങ്ങളെ പിടിക്കുകയില്ല. Your family problems will not last forever, my sister. അതെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതായുഷ്കാലം മുഴുവനും നിങ്ങളെ പിന്തുടരുകയില്ല. Your uncertain future will not accompany you all the days of your life. അതെ, അനിശ്ചിതത്വം നിറഞ്ഞ ജീവിത അനുഭവങ്ങൾ നിങ്ങളെ ജീവിതകാലം മുഴുവനും നിങ്ങളെ പിന്തുടരുകയില്ല. But hold on to God today. എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. Hold on to God today. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. I said hold on to God today. ഇന്ന് നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. Surely goodness and mercy of God shall abide with you all the days of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുഷ്കാലം ഒക്കെയും നന്മയും കരുണയും നിങ്ങളെ പിന്തുടരും. Psalms 34 says like this. സങ്കീർത്തനം 34 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കും, Young lions may go hungry, but the children of God will lack nothing good in their life.
ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. Did you hear that? നിങ്ങൾ ഇത് കേട്ടുവോ? The righteous shall lack nothing good in their life. ഒരുപക്ഷെ ഒരു നീതിമാന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലായിരിക്കാം. This is where Naomi missed it. ഇവിടെ നവമിയുടെ ജീവിതത്തിൽ ഇതാണ് നഷ്ടമായത്. She did not believe that my God shall supply all my needs. എന്റെ ആവശ്യങ്ങൾക്കൊക്കെയും ദൈവം മതിയായവനാണെന്നുള്ള വിശ്വാസമില്ലാതെ Today we got to learn one thing in our life. എന്നാൽ ഇന്ന് നമുക്ക് ഒരു കാര്യം പഠിക്കുവാൻ ഇടയായി. My God shall supply all my needs according to his riches and glory. അതെ, ദൈവം തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം എന്റെ ആവശ്യങ്ങളൊക്കെയും അവിടുന്ന് നിവർത്തിച്ചു തരും. I will hold on to God. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി I'm ആശ്രയിക്കും. not going to go to a wrong place. ഞാൻ ഒരു തെറ്റായ സ്ഥലത്തേക്ക് ഞാൻ പോവുകയില്ല. What did Naomi do? നവമി എന്താണ് ചെയ്തത്? She went to Moab. അവൾ മോവാബിലേക്ക് പോയി. And she, along with her husband and children, now she's walking from Bethlehem to Moab. അവൾ ഇപ്പോൾ ബേത്ലഹേമിൽ നിന്ന് അവളുടെ ഭർത്താവിനോടും ആൺമക്കളോടും ഒന്നിച്ചു പോകുകയാണ്. Actually, what is this family doing? എന്താണ് ഈ കുടുംബം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? They are compromising. അവര് അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യുകയാണ്. They are going from the house of bread to a cursed land. അവരിപ്പോൾ അപ്പത്തിന്റെ ഭവനം എന്നറിയപ്പെടുന്ന ബേത്ലഹേമിൽ നിന്ന് ശാപം പിടിച്ച മോവാബിലേക്ക് പോകുകയാണ്. Oh Naomi, if you would have gone any other place that was fine, but you should not have gone to Moab, the cursed place. നവമി, നീ മറ്റ് ഏത് സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിലും പ്രയാസമില്ല, നീ പോയിരിക്കുന്നത് ശാപം നിറഞ്ഞ ശാപത്തിന്റെ സ്ഥലമായ മോവാബിലേക്കാണ്. You saw little good things there and you went there. ഒരുപക്ഷെ നീ അവിടെ എന്തെങ്കിലും ചില നന്മകൾ കണ്ടിരിക്കാം, അതുകൊണ്ടായിരിക്കാം Many പോയത്. times we see good things and we compromise with the word of God. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ചില നന്മകൾ കണ്ടിട്ട് നാം ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്യാറുണ്ട്. We compromise with our spiritual life. നാം ആത്മീയ ജീവിതത്തോട് ചില സമയങ്ങളിൽ കോംപ്രമൈസ് But it ചെയ്യാറുണ്ട്. is not worth. എന്നാൽ അതൊരിക്കലും വിലയുള്ളതല്ല. Today we might be going through problems. ഒരുപക്ഷെ നാം ഇന്ന് പ്രശ്നങ്ങളിലൂടെ But പോവുകയായിരിക്കും. let us hold on to God. എന്നാൽ ഇന്ന് നാം ദൈവത്തിൽ When ആശ്രയിക്കുക. we will hold on to God, നാം ദൈവത്തിൽ പൂർണ്ണമായി we ആശ്രയിക്കുമ്പോൾ will see the goodness of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയെ കാണുവാനിടയാകും. Over the years, what happened? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? In the family of Naomi, നവമിയുടെ കുടുംബത്തിൽ one by one, ഓരോരുത്തരായി with all the males died there. ഓരോരുത്തരായി ആണുങ്ങൾ എല്ലാവരും മരിച്ചുപോയി. But what happened in Bethlehem? എന്നാൽ ബേത്ലഹേമിൽ എന്താണ് What സംഭവിച്ചത്? is the Bible saying? വേദപുസ്തകം എന്താണ് പറയുന്നത്? God visited Bethlehem. ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു. And the famine was gone. അതെ, ക്ഷാമം അവിടെ വിട്ടുപോയി. The people who held on to God and lived in Bethlehem, they have bread right now. ബേത്ലഹേമിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ആളുകൾക്ക് അവർക്ക് കഴിക്കുവാനുള്ളതെല്ലാം അവിടെ ലഭിച്ചു. Little time of trials. പരീക്ഷയുടെ ഒരു ചെറിയ കാലഘട്ടം, Little time of crisis. പ്രതിസന്ധിയുടെ ഒരു ചെറിയ കാലഘട്ടം. But now they are enjoying the abundance of God. എന്നാൽ ഇപ്പോൾ അവർ ദൈവത്തിന്റെ നന്മ അധികമായി അനുഭവിക്കുന്നു. And the people in Moab, including Naomi, heard that God has blessed Bethlehem. മോവാബിലുള്ള നവമി അടക്കമുള്ളവർ ബേത്ലഹേമിനെ ദൈവം അനുഗ്രഹിച്ചതായി കേൾക്കുന്നു. If you will hold on to God, people will hear about the visit of God in your life and the abundance of blessing of His in your life. അതെ, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ ദൈവം സന്ദർശിച്ചു എന്നുള്ളത് കേൾക്കുവാനിടയാണ്. Now, why did Naomi lose her husband and boys? ഇപ്പോൾ എന്തുകൊണ്ടാണ് നവമിക്ക് തന്റെ ഭർത്താവിനെയും ആൺമക്കളെയും നഷ്ടമായത്? Not because God has dealt bitterly with her. എന്നാൽ അവളുടെ ജീവിതത്തിൽ ദൈവം കൈപ്പായിട്ട് ഉള്ളത് ചെയ്തിരിക്കുന്നുവോ? It's not that God dealt bitterly with her. അവളുടെ ജീവിതത്തിൽ ദൈവം കൈപ്പായുള്ളതൊന്നും ചെയ്തിട്ടില്ല. But she made a wrong decision. നവമിയാണ് തെറ്റായുള്ള ഒരു തീരുമാനമെടുത്തത്. Many times we end up in problems not because God has dealt bitterly with us, but because we made wrong choices in our life. നാം ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിച്ചിട്ടല്ല, ദൈവം ചെയ്തിട്ടല്ല, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരമാണ്. I'm sure if Naomi along with her family still lived in Bethlehem, they would have been a happy family and everybody would have been alive. ഞാൻ ഇങ്ങനെ കരുതുന്നു, നവമി കുടുംബത്തോടൊപ്പം ബേത്ലഹേമിൽ നിന്നിരുന്നുവെങ്കിൽ അവൾ ഈ നന്മ അനുഭവിക്കുകയും സന്തോഷവതിയായിരിക്കുകയും ചെയ്തേനെ. But the wrong choice. എന്നാൽ തെറ്റായ തീരുമാനം. She lost one by one the males in her family. അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു.
നഷ്ടമാകുവാൻ But now she's blaming God. എന്നാൽ ഇപ്പോൾ അവൾ ദൈവത്തെ ആണ് കുറ്റം പറയുന്നത്. Aren't we like that many times in our life? നമ്മുടെ ജീവിതത്തിൽ നാമും ഇങ്ങനെ ചെയ്യാറുണ്ട്. Many times we make a wrong decision. നാം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. We compromise with the word of God. നാം ദൈവത്തിന്റെ വചനത്തോട് കോംപ്രമൈസ് ചെയ്യുന്നു. And we end up in a mess. നാം വളരെയധികം കുഴപ്പത്തിലേക്ക് ചെന്ന് And ചാടുന്നു. then we blame God and say God has dealt bitterly with us. എന്നിട്ട് ദൈവത്തോട് നാം പറയുന്നു, ദൈവം എനിക്ക് കൈപ്പായുള്ളത് No, ചെയ്തിരിക്കുന്നു. God is not a God who will ever deal bitterly with you. അതെ, നമ്മുടെ ദൈവം നമുക്ക് കൈപ്പായുള്ളത് ചെയ്യുന്ന ദൈവമല്ല. That is not the character of our God. അതല്ല നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. He can never deal harshly or bitterly with his children. അതെ, ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന് ഒരിക്കലും പ്രയാസമായിട്ടുള്ളത് കൈപ്പായുള്ളത് ചെയ്യുവാൻ കഴിയുകയില്ല. In the gospel, Jesus said like this. സുവിശേഷങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, If your son asks you fish, would you give him snake? നിങ്ങളുടെ മകൻ മത്സ്യം ചോദിച്ചാൽ നിങ്ങൾ അവന് പാമ്പിനെ കൊടുക്കുമോ? If he asks for bread, would you give him stone? നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ അവർക്ക് കല്ല് കൊടുക്കുമോ? If you as an earthly father love your children so much, how much more your heavenly father loves you? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നന്മകളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്ര അധികം നൽകും. You know what is the character of our heavenly father? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രത്യേകത എന്താണെന്ന് He is നിങ്ങൾക്കറിയാമോ? full of compassion. അതെ, അവിടുന്ന് മനസ്സലിവുള്ള ദൈവമാണ്. He is ever loving. അതെ, നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന ദൈവമാണ്. He is slow to get angry. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാകും. That is the character and the beauty of our God. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. He will never deal bitterly with you. അതെ, അവിടുന്ന് നമ്മോട് കൈപ്പായുള്ളത് ചെയ്യുന്ന But ദൈവമല്ല. many times our wrong choices brings problems into our life. എന്നാൽ നമ്മുടെ തെറ്റായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെ കൊണ്ടുവരുന്നു. If today you can ask Naomi, she will say like this. ഇന്ന് നാം നവമിയോട് ചോദിക്കുകയാണെങ്കിൽ അവൾ ഇങ്ങനെ പറയും, Oh, I should have never made that decision along with my husband to migrate from Bethlehem to Moab. അയ്യോ, ഞാൻ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകണമെന്നുള്ള തീരുമാനം എൻ്റെ ഭർത്താവിനോടൊപ്പം എടുക്കരുതായിരുന്നു. We should have just held on to God and stayed here in Bethlehem. ഞങ്ങൾ ബേത്ലഹേമിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് We ജീവിക്കണമായിരുന്നു. should have taken up that little suffering and that little crisis. അവിടെ ബേത്ലഹേമിലുണ്ടായ ചെറിയ പ്രതിസന്ധിയെ ഞങ്ങൾ തരണം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കണമായിരുന്നു. We should have trusted God. ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി Our ആശ്രയിക്കണമായിരുന്നു. God would have provided for us. ഞങ്ങൾക്ക് ദൈവം സകലവും തരുമായിരുന്നു. We should not have compromised. ഞങ്ങൾ ആ ദൈവത്തിന്റെ വചനത്തോട് കോംപ്രമൈസ് ചെയ്യാൻ We പാടില്ലായിരുന്നു. should not have gone according to our wisdom and understanding. ഞങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകരുതായിരുന്നു. Proverbs chapter 3 says like this. സദൃശവാക്യം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ Do വായിക്കുന്നു, not lean on your understanding, but acknowledge God in all the ways of your life. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Naomi would be shouting and saying to each and every one of us today, നവമി ഇന്ന് നാം ഓരോരുത്തരോടും വിളിച്ചു പറയുകയാണ്, Oh, I made a mistake. ഞാൻ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. I leaned on my knowledge and understanding. ഞാൻ എൻ്റെ വിവേകത്തിൽ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു. We thought we are smart. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് നാം എല്ലാറ്റിലും സ്മാർട്ടാണ് എന്ന്. Naomi thought she is smart. നവമി കരുതിയതും അങ്ങനെയാണ്. And so she went to Moab. അതുകൊണ്ട് അവൾ കുടുംബമായി മോവാബിലേക്ക് But പോയി. now she's blaming it on God. എന്നാൽ ഇപ്പോൾ അവൾ ദൈവത്തെ Now കുറ്റപ്പെടുത്തുകയാണ്. let us not blame God, but let us examine our life today. എന്നാൽ നാം ചിന്തിക്കേണ്ടത് നാം ഒരിക്കലും ദൈവത്തെ കുറ്റം പറയുകയല്ല, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയാണ് വേണ്ടത്. Have we gone to Moab in our life? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം മോവാബിലേക്ക് പോയിട്ടുണ്ടോ? Have we opened the door for the enemy to get into our life? നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രുവിന് പ്രവേശിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ? Have we walked into the land of curse at any time? അതെ, ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് നാം എപ്പോഴെങ്കിലും കാലെടുത്ത് Have കുത്തിയിട്ടുണ്ടോ? we compromised with the word of God? ദൈവത്തിന്റെ വചനവുമായി എപ്പോഴെങ്കിലും നാം കോംപ്രമൈസ് If ചെയ്തിട്ടുണ്ടോ? we have done that, today is the day to come into the presence of God and repent. എപ്പോഴെങ്കിലും നാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നാകുന്ന ദിവസം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി My വരിക. brother, എന്റെ സഹോദര, my എന്റെ sister, സഹോദരി, today let us repent, and blood of Jesus is enough to break every curse and every chain from our life. ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സകല ബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ തകർത്ത് അതിനെ മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. Nobody would be able to bring bitterness into your life
if you have been marked with the blood of Jesus Christ. യേശു കർത്താവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവ പൈതലാണ് താങ്കളെങ്കിൽ തന്റെ ജീവിതത്തിൽ മറ്റാർക്കും ഒരു മോവാബിന്റെ അവസ്ഥ, ശാപത്തിന്റെ അവസ്ഥകൾ കൊണ്ടുവരുവാനായിട്ട് കഴിയുകയില്ല. Today is our day to re-examine our life and see if we have gone to the land of Moab or if we have compromised with the word of God in our life. ഇന്ന് നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. നാം എപ്പോഴെങ്കിലും മോവാബിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള സമയമാണിന്ന്. You know what is Naomi saying here? നവമിയോട് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? Verse 21 she says, 21 വാക്യത്തിൽ നാം വായിക്കും, I went out full ഞാൻ നിറഞ്ഞവളായി പോയി, and the Lord has brought me home again empty. എന്നാൽ ഇപ്പോൾ ഇതാ ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. Second wrong statement she's making. അവൾ രണ്ടാമതായി തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടെ കാണിക്കുകയാണ്. What is the first wrong statement she made? എന്താണ് അവൾ ആദ്യമായി പറഞ്ഞ തെറ്റായിട്ടുള്ള പ്രസ്താവന? That God has dealt bitterly with me. ദൈവം എന്നോട് കൈപ്പായുള്ളത് ചെയ്തിരിക്കുന്നു. No, Naomi, God did not deal bitterly with you, but you did it yourself. നവമി, നീ പറയുന്ന ആ പ്രസ്താവന തെറ്റാണ്. ദൈവം അല്ല കൈപ്പായിട്ടുള്ളത് ചെയ്തത്, നീ തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. We have learned how we can come out of this situation. ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. The blood of Jesus. യേശു കർത്താവിന്റെ രക്തത്താൽ, The name of Jesus. യേശു കർത്താവിന്റെ നാമത്താൽ Let us repent and say, Lord, you are my savior, and break every chain out of my life. നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാം, യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ സകല ബന്ധനങ്ങളും തകർന്നു മാറട്ടെ എന്ന്. I guarantee you will not have any bitterness in your life if you will walk in the path of righteousness. നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈപ്പുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. I'm not saying that you will not have trials and challenges and problems. You will have them, but God will not bring you to a place of bitterness. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പരീക്ഷകൾ വരികയില്ല എന്നല്ല, എന്നാൽ നിങ്ങളെ കൈപ്പുള്ള അനുഭവത്തിലേക്ക് ദൈവം നടത്തുകയില്ല എന്ന് ഞാൻ ഉറപ്പ് And പറയുന്നു. number 2 we see like this. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാൻ I കഴിയുന്നത്, went out full, ഞാൻ നിറഞ്ഞവളായി പോയി, but I come back empty. ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു. No, Naomi, you are not coming back empty. അതെ നവമി, നീ ഒഴിഞ്ഞവളായിട്ടല്ല വന്നിരിക്കുന്നത്. But I agree with you, you are not coming back the way you went. നീ പോയതുപോലെ അല്ല മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. You went as a family of peace and joy and fullness. നീ കുടുംബമായിട്ട് നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് അങ്ങോട്ട് പോയത്. But today when you're coming back, you're not coming with the joy and happiness and fullness. എന്നാൽ ഇന്ന് നീ മടങ്ങി വരുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയോ സന്തോഷമോ ഇല്ല എന്നുള്ളത് സത്യമാണ്. But you got to understand, you're not coming empty handed. എന്നാൽ നീ ഒഴിഞ്ഞവളായിട്ടല്ല വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. You got something with you. അതെ, നിന്റെ കൂടെ നീ ചിലത് നിന്റെ കയ്യിൽ ഉണ്ട്. You are ignoring what you have with you. നിന്റെ കൂടെ ഉള്ളതിനെ നീ നിരാകരിക്കുകയാണ്. You know, many times that is how we are. പലപ്പോഴും നാമും ഇങ്ങനെയാണ്. When we come into that experience of bitterness and pain and agony, often we forget what we have, but we start complaining about what we do not have. നമ്മുടെ ജീവിതത്തിൽ കൈപ്പുള്ള അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നന്മകളെ കാണുവാൻ കഴിയാതെ ആയിരിക്കുന്നു. Naomi, you are not empty-handed. നവമി, നീ ഇപ്പോൾ ഒഴിഞ്ഞവളല്ല. You have Ruth with you. അത് നിന്നോടൊപ്പം രൂത്ത് ഇപ്പോൾ ഉണ്ട്. Your statement should have been a different statement here. അതെ, ഇവിടെ നിന്റെ പ്രസ്താവന അല്പം മാറ്റേണ്ടതായിരുന്നു. You should have said that I went with my husband and 2 sons, but here I come back without them, but I have Ruth with me. നീ ഇങ്ങനെയായിരുന്നു ഒരു പക്ഷേ പറയേണ്ടിയിരുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഭർത്താവിനോടും ആൺമക്കളോടും ഒരുമിച്ച് പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ ഈ രൂത്തിനോടൊപ്പം മരുമകളോടൊപ്പം ഞാൻ മടങ്ങി വന്നിരിക്കുന്നു. She's ignoring what she has. അവൾ അവളുടെ ജീവിതത്തിൽ ഉള്ളതിനെ അവൾ മറന്നു കളഞ്ഞു. Are we not like that many times in our life? നമ്മുടെ ജീവിതത്തിൽ നാമും പലപ്പോഴും അങ്ങനെയല്ലേ? We always talk about the losses we have, but we don't talk about the things that we have in our life. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടമായതിനെ കുറിച്ച് നാം ഓർത്തു വെച്ചേക്കാം, എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളെ കാണുവാൻ കഴിയുന്നില്ലായിരിക്കും. But today I want you to be somebody who will praise God for what you have. എന്നാൽ ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ നിങ്ങളെ Don't complain about what you don't have, but praise God for what you have. ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്, ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. Here she's just complaining, but she's not praising God for what she has. എന്നാൽ ഇവിടെ നാം കാണുന്നത് അവൾ എല്ലാത്തിനെ കുറിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ
ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നതായിട്ട് നാം കാണുന്നില്ല. Naomi, you got Ruth with you. നവമി, നിന്റെ കൂടെ ഇപ്പോൾ നിന്റെ മരുമകളായ രൂത്ത് ഉണ്ട്. You got a daughter-in-law who is a support and who is your help right now. നിന്റെ സഹായമായി നിന്റെ കൂടെ നിൽക്കുവാനായിട്ട് ഇപ്പോൾ രൂത്ത് ഉണ്ട്. She has sacrificed her family. She has sacrificed her country. She has sacrificed her culture. She has sacrificed everything, and she said, your God is my God, and she's walking with you. നിന്റെ മരുമകളായ രൂത്ത് സ്വന്തം ദേശത്തെ വിട്ട്, ചർച്ചക്കാരെ വിട്ട് നിന്നോടൊപ്പം വന്നിട്ട് അവൾ പറയുന്നത്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദേശം എൻ്റെ ദേശം എന്ന് പറഞ്ഞ്, നിന്റെ ആൾക്കാർ എൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് നിന്നോടൊപ്പം ചേർന്നിരിക്കുകയാണ്. You are not holding your daughter-in-law Ruth by your arms, and you are not saying, I'm coming back without much things, but I'm not empty-handed because I've got this beautiful daughter-in-law with me. നീ ഇപ്പോൾ പറയേണ്ടിയിരുന്നത്, മറ്റൊന്നും എനിക്ക് ഇല്ലായിരിക്കാം, എന്നാൽ എന്നോടൊപ്പം കൂടെ നിൽക്കുവാൻ എനിക്ക് എൻ്റെ മരുമകളായ രൂത്ത് ഇപ്പോൾ ഉണ്ട് എന്ന്. Let's be people who will praise God for what we have. നമുക്ക് ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തികളായിരിക്കും. When you reach heaven, നാം സ്വർഗത്തിലെത്തുമ്പോൾ I want you to ask Naomi a question. നവമിയോട് എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. Naomi, did you really come back empty-handed? നവമി, നീ തീർച്ചയായിട്ടും ഒഴിഞ്ഞവളായിട്ടാണോ വന്നത്? Do you really want me to call you bitter Mara? നിന്നെ മാറ എന്ന് വിളിക്കുവാൻ നീ യഥാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുവോ? She would say like this. ഒരു പക്ഷെ അവൾ ഇങ്ങനെ പറയുമായിരിക്കും, No, I don't want you to call me Mara, but I just want you to call me Naomi. അതെ, എനിക്ക് നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കരുത്, എനിക്ക് നിങ്ങൾ എന്നെ നവമി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. I made a mistake. ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി. I ignored what I had in my hand. എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ പക്കലുള്ളതിനെ ഞാൻ ഓർത്തില്ല. But God used what I had in my hand to bring glory into my life. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുവാൻ എൻ്റെ കയ്യിലുള്ളതിനെ ദൈവം ഉപയോഗിച്ചു. She will say, don't call me Mara. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. Because of Ruth. രൂത്ത് കാരണം, the one that I ignored. ഞാൻ മാറ്റി നിർത്തിയ അതേ നന്മ കാരണം God has blessed me. ദൈവം എന്നെ അനുഗ്രഹിച്ചു. I became the great grandmother of Jesus Christ. ഞാൻ യേശു കർത്താവിൻ്റെ ഒരു വല്യമ്മച്ചിയായി തീരുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. Because I had Ruth with me. ഈ രൂത്ത് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് I became the grandmother of the mightiest king Israel has ever seen, David. ദാവീദ് എന്ന് പറയുന്ന ഇസ്രയേൽ കണ്ട ഏറ്റവും മഹാനായ രാജാവിൻ്റെ ഒരു വല്യമ്മച്ചിയാകുവാൻ ഇടയായി. And then I became one of the grandmother of Messiah himself, Jesus Christ. അതേപോലെ തന്നെ യേശു കർത്താവിൻ്റെ ഒരു 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 ആ ഗണത്തിൽ ഒരു വലിയ മാതാവായി തീരുവാൻ, ഒരു വല്യമ്മച്ചിയായി തീരുവാൻ ഇടയായി. God used what I had. എൻ്റെ കയ്യിലുള്ളതിനെ ദൈവം ഉപയോഗിച്ചു. God wants to use what you have. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ. Don't complain about what you do not have. നിങ്ങളുടെ കയ്യിലില്ലാത്തതിനെ ഓർത്ത് നിങ്ങൾ പിറുപിറുക്കരുത്. But praise God for what you have. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. God can use anything, my brother. സഹോദര, നിങ്ങളുടെ പക്കലുള്ളത് എന്താണെങ്കിലും അതിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് God കഴിയും. can absolutely use any insignificant thing that you have in your hand, my sister. സഹോദരി, നിങ്ങളുടെ പക്കലുള്ളത് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത കാര്യമാണെങ്കിലും അതിനെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. Let's come to God today. ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരിക. Let's come to Jesus today. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. There might be famine today. ഒരുപക്ഷേ ഇന്ന് ചില ക്ഷാമത്തിന്റെ അനുഭവങ്ങളായിരിക്കും. But I will pray together with you that let God visit us. അതെ, ദൈവം സന്ദർശിക്കേണ്ടതിനായി ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാം. Let's pray today, God visit us. ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ നീ ഞങ്ങളെ സന്ദർശിക്കണം. I know you will never deal bitterly with us. അതെ, നീ ഞങ്ങൾക്ക് കൈപ്പായുള്ളത് ചെയ്യുന്ന ദൈവമല്ലെന്ന് ഞങ്ങൾക്കറിയാം. Lord, I ask for forgiveness for compromising and going to the wrong places. ഞാൻ തെറ്റായ സ്ഥലത്തേക്ക് പോകുകയും ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് And പ്രാർത്ഥിക്കാം. Lord, from today onwards, I'm going to be a person who is not going to complain about what I don't have, but I'm going to praise God for what you have given. ഇന്നു മുതൽ ഞാൻ ഇല്ലാത്തതിനെ ഓർത്ത് പെറുപിറുക്കുന്ന വ്യക്തിയായിരിക്കുകയില്ല, ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് പറയാം. God, I know you can use anything. അതെ ദൈവമേ, എനിക്കറിയാം നിനക്ക് എന്തിനേയും ഉപയോഗിക്കുവാൻ കഴിയുമെന്ന്. Use me and use all that I have. എനിക്കുള്ളതിനെയും എന്നെയും അവിടുന്ന് ഉപയോഗിക്കണം. Father God, we come in your presence. പിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. Lord, we pray that you will make our life as beautiful and as sweet as you can make it, Lord.
അതേ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഏറ്റവും മനോഹരമാക്കി ഞങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാൻ, നന്മയാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് We might have been complaining like Naomi till today. നവമിയെ പോലെ ഞങ്ങളും ഒരുപക്ഷെ ഇതുവരെയും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. But we ask you forgiveness, Lord. എന്നാൽ ഇന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let your goodness and mercy dwell with us. ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ നന്മയും കരുണയും എപ്പോഴും വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And help us to be thankful to you for everything that you have given in our life. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനൊക്കെയും ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവത്തിലൂടെ ഞങ്ങൾ പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bless my brothers and sisters. എൻ്റെ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Father, I pray that they will find importance in you and they will have your joy. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നിൽ അവർ ആനന്ദം കണ്ടെത്തുവാൻ, നിന്നിൽ അവർ പ്രാധാന്യം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you for your prayers and generosity towards IET. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും IETയോട് കാണിക്കുന്ന സ്നേഹത്തിനുമായി നന്ദി പറയുന്നു. We pray for you regularly. ഞങ്ങൾ നിങ്ങൾക്കായി നിരന്തരം But പ്രാർത്ഥിക്കുന്നു. if you have a specific need, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ write to us or call us on these numbers. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളെ അറിയിക്കുകയോ ചെയ്യും. We will continue to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Subscribe Jesus Family and be blessed. ജീസസ് ഫാമിലി നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ God അനുഗ്രഹിക്കുമാറാകട്ടെ. bless you. Amen.